பஞ்சபூத நவகிரகத்தியானம். வாழ்க வையகம், வாழ்க வையகம், வாழ்க வளமுடன். നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. നാം ഇരിക്കുന്ന ഇടം മുഴുവൻ നല്ല ദൈവീക ശക്തി നിറഞ്ഞു നിൽക്കുന്നു. ദൈവിക മഹാശക്തി ശരീരത്തിലും ജീവനിലും അലയലയായി വന്നു നിറയുന്നത് നാം അറിയുന്നു. ദൈവിക മഹാശക്തി രാത്രിയും പകലും എല്ലാ സമയങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും ഉറ്റ തുണയേകിയും പൂർണ്ണ സംരക്ഷണമേകിയും സന്മാർഗദർശിയായും ഭവിക്കട്ടെ. അമ്മയ്ക്ക് പ്രണാമം, അച്ഛന് പ്രണാമം, ഗുരു വേദാതിരി മഹർഷി അവർക്ക് പ്രണാമം. പഞ്ചഭൂത നവഗ്രഹത്തിയാനം. പഞ്ചഭൂതങ്ങളെന്നാൽ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിവയാണ്. ഇവയിൽ അഞ്ചാമത്തെ തത്വമായ മണ്ണ്. മണ്ണിനാധാരമായി ഭൂമിയെ മനസ്സിൽ ഉൾക്കൊണ്ട് ധ്യാനം തുടങ്ങും. വളരെ വലിയ ഈ ഭൂഗോളം 25,000 മൈൽ ചുറ്റളവുള്ളതും മണ്ണ്, ലോഹങ്ങൾ, രാസപദാർത്ഥങ്ങൾ ഇവയെല്ലാം അടങ്ങിയതുമാണ്. സ്വയം മണിക്കൂറിൽ 1000 മൈൽ വേഗത്തിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഭൂമി സൂര്യനെ ഒരു ദിവസത്തിൽ 16 ലക്ഷം നാഴിക പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ബൃഹത്തായതാണ് ഈ ഭൂഗോളം. ഭൂഗോളത്തിൻ്റെ മഹത്വവും മഹിമയും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. അതിനോടൊന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. ഭൂഗോളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മണ്ണിനാലും മണ്ണിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. മണ്ണ് നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. മണ്ണെന്ന തത്വത്തിൻ്റെ മനസ്സിരുത്തി ധ്യാനം തുടരാം. ജലം. പ്രപഞ്ച പരിണാമത്തിലെ 4ാമത്തെ തത്വമായ ജലത്തിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ഈ ഭൂഗോളത്തിൽ ഏകദേശം 72% ജലം നിറഞ്ഞിരിക്കുന്നു. ജലാശയം, മേഘങ്ങൾ, ജീവജാലങ്ങൾ, സസ്യലലാദികൾ ഇവയിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നു ജലം. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ജലത്തിൻ്റെ ആവശ്യകത എത്രത്തോളമെന്ന് അനുമാനിക്കാം. ജലത്തിൻ്റെ മഹത്വവും മഹിമയും മനസ്സിലുൾക്കൊണ്ട് ബഹുമാനിക്കാം. ജലത്തോടൊന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ ജലത്തിൻ്റെ ഉൽപ്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. ജലത്തിനാലും ജലത്തിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. ജലം നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. ജലത്തിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. അഗ്നി. പ്രപഞ്ച പരിണാമത്തിലെ 3ാമത്തെ തത്വമായ അഗ്നിയിൽ ധ്യാനം തുടങ്ങാം. ഭൂമി വളരെ വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ ഘനമുള്ള വസ്തുക്കളെയെല്ലാം തന്നെ അതിൻ്റെ മധ്യഭാഗത്തേക്ക് കേന്ദ്രീകരിക്കും. അതിനാൽ ഏർപ്പെടുന്ന ഹർഷണത്താൽ അണുസ്ഫോടനമുണ്ടായി ഭൂമിയുടെ മധ്യഭാഗത്ത് എല്ലായ്പ്പോഴും അഗ്നികുണ്ഡം നിലകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഊഷ്മാവ് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വ്യാപിച്ച് ജീവജാലങ്ങളുടെ നിലനിൽപ്പിനാവശ്യമായ ശക്തിയും ഊർജവും നൽകിക്കൊണ്ടിരിക്കും. അഗ്നിയുടെ മഹത്വവും മഹിമയും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. അഗ്നിയോടൊന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ അഗ്നിയുടെ ഉൽപ്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. അഗ്നിയാലും അഗ്നിയിൽ നിന്നും രാവും പകലും
എല്ലാ നേരങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. അഗ്നി നമ്മുടെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. അഗ്നിയിൽ മനസ്സിരുത്തി ധ്യാനം തുടരും. വായു പ്രപഞ്ച പരിണാമത്തിലെ രണ്ടാമത്തെ തത്വമായ വായുവിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ഭൂമിയുടെ ഉപരിതലത്തിൽ ഏകദേശം 10 മൈൽ ദൂരത്തിൽ വളരെ ഗാഢമായും അതിനു മുകളിൽ ഗാഢത കുറഞ്ഞും വായു അഥവാ കാറ്റ് കവചാകൃതിയിൽ ആവരണം ചെയ്ത് ചലിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് വായു എത്രത്തോളം ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. വായുവിൻ്റെ മഹിമയും മഹത്വവും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കും. വായുവിനോടൊന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ വായു അഥവാ കാറ്റിൻ്റെ ഉൽപ്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. കാറ്റിനാലും കാറ്റിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. കാറ്റിനെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. കാറ്റ് അഥവാ വായുവിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ആകാശം അഥവാ ഊർജ കണങ്ങൾ പ്രപഞ്ച പരിണാമത്തിലെ ഒന്നാമത്തെ തത്വമായ ആകാശം അഥവാ ഊർജ കണങ്ങൾ, അതിന്മേൽ ധ്യാനം തുടരാം. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും മൂലകാരണമാണ് ആകാശം അഥവാ വിണ്ണ്. പ്രപഞ്ചം മുഴുവൻ ഊർജ കണങ്ങൾ അനുസ്യൂതം ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുതന്നെ നമ്മുടെ ശരീരത്തിൽ ജീവനായി നിലകൊള്ളുന്നു. ഊർജ കണങ്ങൾ ചേർന്നുണ്ടായതാണ് മറ്റു 4 ഭൂതങ്ങളായ വായു, അഗ്നി, ജലം, ഭൂമി. വിണ്ണിൻ്റെ മഹിമയും മഹത്വവും മനസ്സിൽ ഉൾക്കൊണ്ട് ബഹുമാനിക്കാം. വിണ്ണിനോടൊന്നായി ചേർന്ന് ജീവസങ്കലനം നടത്താം. പ്രപഞ്ച പരിണാമത്തിൽ വിണ്ണിൻ്റെ ഉൽപ്പത്തി രഹസ്യത്തെ മനസ്സിൽ ഉൾക്കൊള്ളാം. വിണ്ണിനാലും വിണ്ണിൽ നിന്നും രാവും പകലും എല്ലാ നേരങ്ങളിലും എല്ലാ ഇടങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും സംരക്ഷണം നേടാം. വിണ്ണിനെ നന്മയ്ക്കായി ഉപയോഗിക്കാൻ ഉതകുന്ന ശാസ്ത്രത്തെ വളർത്താം. വിണ്ണിൽ മനസ്സ് വെച്ച് ധ്യാനം തുടരാം. വിണ്ണ് അഥവാ പരമാണുക്കൾ നിറഞ്ഞു നിൽക്കുന്ന പ്രാപഞ്ചിക മണ്ഡലത്തിൽ കോടാനുകോടി നക്ഷത്രങ്ങളെ കാണാം. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. അവയിലൊരു നക്ഷത്രമാണ് ഭൂമി പ്രദക്ഷിണം ചെയ്യുന്ന സൂര്യൻ. സൂര്യനെയും അതിനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങളെയും സൂര്യകുടുംബം എന്ന് പറയപ്പെടുന്നു. സൂര്യകുടുംബത്തിൽ ചേർന്ന ഗ്രഹങ്ങളിൽ നിന്നെല്ലാം പ്രസരിക്കുന്ന കാന്തിക തരംഗങ്ങൾ മനുഷ്യന്റെ ശരീരത്തോടും ജീവനോടും നേരിട്ട് ബന്ധമുള്ളവയാണ്. ഈ 9 ഗ്രഹങ്ങളിൽ നമുക്ക് ധ്യാനം തുടങ്ങാം. ആദ്യമായി സൂര്യനിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം ആരംഭിക്കാം. സൂര്യൻ ഒരു വലിയ അഗ്നിഗോളം. ഭൂമിയേക്കാൾ 19 ലക്ഷം മടങ്ങ് ആകൃതിയിൽ വലിപ്പമുള്ളത്. 25 ദിവസത്തിൽ ഒരു പ്രാവശ്യം സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. സൂര്യനിൽ നിന്ന് വികിരണം ചെയ്യപ്പെടുന്ന ഓറഞ്ച് നിറത്തിലുള്ള കാന്തിക കിരണങ്ങൾ
നമ്മുടെ ശരീരത്തിലെ എല്ലുകളോട് നേരിട്ട് ബന്ധപ്പെടും. സൂര്യനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് ബുദ്ധികൂർമ്മത, വിജയം, പഠനവൈഭവം, സൗഭാഗ്യം ഇവയെല്ലാം പ്രദാനം ചെയ്യുന്നു. സൂര്യനിൽ നിന്നുള്ള കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. സൂര്യന്റെ കാന്തിക കിരണങ്ങൾ നമുക്കെല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. സൂര്യനിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം തുടരാം. ബുധൻ. സൂര്യന്റെ ഒന്നാമത്തെ ഭ്രമണപഥത്തിൽ 3 കോടി മൈൽ ദൂരത്തിൽ 88 ദിവസത്തിൽ ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നു ബുധൻ. ബുധനിൽ നിന്ന് വരുന്ന പച്ച നിറത്തിലുള്ള കാന്തിക കിരണങ്ങൾ നമ്മുടെ ശരീരത്തിലെ ത്വക്കിനോട് നേരിട്ട് ബന്ധമുള്ളതാണ്. ബുധനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് ബുദ്ധിവൈഭവം, പഠനവൈഭവം, ജീവിത സൗഭാഗ്യം ഇവയെല്ലാം നൽകുന്നു. ബുധനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് അതിനോട് താതാത്മ്യം പ്രാപിക്കാം. ബുധനിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്കെല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ബുധൻ എന്ന ഗ്രഹത്തിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ശുക്രൻ. സൂര്യന്റെ രണ്ടാമത്തെ ഭ്രമണപഥത്തിൽ 6 കോടി മൈൽ ദൂരത്തിൽ 225 ദിവസത്തിൽ ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുക്രൻ. ശുക്രനിൽ നിന്ന് വരുന്ന വെളുത്ത നിറത്തിലുള്ള കാന്തിക രശ്മികൾ നമ്മുടെ ശരീരത്തിനുള്ളിലെ രേതസ്സുമായി നേരിട്ട് ബന്ധപ്പെടുന്നു. ഇവ നമുക്ക് മാനസികോല്ലാസം, സൗഹൃദം, സന്തോഷം, സൗഭാഗ്യം ഇവയെല്ലാം നൽകുന്നു. ശുക്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാൻ. എപ്പോഴും ശുക്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ശുക്രൻ എന്ന ഗ്രഹത്തിൽ മനസ്സിരുത്തി ധ്യാനം തുടരും. ചന്ദ്രൻ. സൂര്യന്റെ മൂന്നാമത്തെ ഭ്രമണപഥത്തിൽ 9 കോടി മൈൽ ദൂരത്തിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമി. ഭൂമിയിൽ നിന്നും ഏകദേശം 2,30,000 മൈൽ ദൂരത്തിൽ 29 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഭൂമിയെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചന്ദ്രൻ. ചന്ദ്രനിൽ നിന്ന് വരുന്ന വെളുത്ത നിറത്തിലുള്ള കാന്തിക രശ്മികൾ ശരീരത്തിലെ രക്തത്തോട് നേരിട്ട് ബന്ധമുള്ളതാണ്. ചന്ദ്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ രക്തചംക്രമണത്തെ ക്രമീകരിക്കുന്നതോടൊപ്പം ബുദ്ധിശക്തി, ജീവിത സൗഭാഗ്യം ഇവയും പ്രദാനം ചെയ്യുന്നു. ചന്ദ്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് അതുമായി താതാത്മ്യം പ്രാപിക്കാം. ചന്ദ്രനിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ചന്ദ്രനിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ചൊവ്വ. സൂര്യനിൽ നിന്നും 4ാമത്തെ ഭ്രമണപഥത്തിൽ
14 കോടി മൈൽ ദൂരത്തിൽ 18 മാസത്തിൽ ഒരു പ്രാവശ്യം സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ചൊവ്വ. ചൊവ്വയിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള കാന്തികരശ്മികൾ പുറപ്പെടുന്നു. ഇത് നമ്മുടെ ശരീരത്തിലെ മജ്ജയോട് നേരിട്ട് ബന്ധപ്പെടുന്നു. ചൊവ്വയിൽ നിന്ന് വരുന്ന കാന്തികരശ്മികൾ നമുക്ക് ആത്മീയ ജ്ഞാനം, ധൈര്യം, വിജ്ഞാന വൈഭവം, സമ്പദ് സമൃദ്ധി എന്നിവ നൽകുന്നു. ചൊവ്വയിൽ നിന്ന് വരുന്ന കാന്തികരശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. എല്ലായ്പ്പോഴും ചൊവ്വയിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ചൊവ്വ എന്ന ഗ്രഹത്തിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ഗുരു അഥവാ വ്യാഴം. സൂര്യനിൽ നിന്നും 5-ാമത്തെ ഭ്രമണപഥത്തിൽ 48 കോടി മൈൽ ദൂരത്തിൽ 12 വർഷത്തിലൊരിക്കൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗുരു. ഗുരുവിൽ നിന്ന് വരുന്ന സ്വർണ്ണ നിറത്തിലുള്ള കാന്തിക രശ്മികൾ നമ്മുടെ തലച്ചോറിലെ കോശങ്ങളോട് നേരിട്ട് ബന്ധമുള്ളവയാണ്. അവ നമുക്ക് ആത്മീയ പുരോഗതി, ബുദ്ധികൂർമ്മത, ജീവിത സൗഭാഗ്യം ഇവ പ്രദാനം ചെയ്യുന്നു. ഗുരുവിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. ഗുരുവിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ഗുരുവെന്ന ഗ്രഹത്തിൽ മനസ്സിരുത്തി ധ്യാനം തുടരാം. ശനി. സൂര്യനിൽ നിന്നും 6-ാമത്തെ ഭ്രമണപഥത്തിൽ 88 കോടി മൈൽ ദൂരത്തിൽ 30 വർഷത്തിലൊരിക്കൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനി. ശനിയിൽ നിന്ന് വരുന്ന ചാരനിറത്തിലുള്ള കാന്തിക രശ്മികൾ ശരീരത്തിലെ ഞരമ്പുകളോട് നേരിട്ട് ബന്ധമുള്ളതാണ്. ശനിയിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്ക് നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സംതൃപ്തി ഇവ പ്രദാനം ചെയ്യുന്നു. ശനിയിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. ശനിയിൽ നിന്ന് വരുന്ന കാന്തിക കിരണങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. ശനി എന്ന ഗ്രഹത്തിൽ മനസ്സ് വെച്ച് ധ്യാനം തുടരാം. രാഹു, കേതു. സൂര്യന്റെ മധ്യഭാഗത്ത് സ്വയം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമാണുക്കളുടെ ഭ്രമണശേഷി നഷ്ടപ്പെട്ട് ശുദ്ധശൂന്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ ബ്ലാക്ക് ഹോൾ അഥവാ തമോഗർത്തമെന്ന് പറയുന്നു. ഇവയുടെ വ്യാപ്തി കൂടുന്നതനുസരിച്ച് അവിടെ നിലനിൽക്കാനാവാത്ത അവസ്ഥയിൽ സൂര്യന്റെ ഇരുവശങ്ങളിലുമായി പുറത്തേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കറുത്ത നിറത്തിലുള്ള കാന്തിക രേഖകളെ ഒരു വശം രാഹുവെന്നും മറുവശം കേതുവെന്നും പറയുന്നു. രാഹു, കേതു എന്നീ കാന്തിക രേഖകളിൽ നിന്ന് പുറപ്പെടുന്ന കാന്തിക രശ്മികൾ നമ്മുടെ ഓജസ്സുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. ഈ കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് താതാത്മ്യം പ്രാപിക്കാം. ഈ കാന്തിക രശ്മികൾ ആത്മീയ പുരോഗതി, ആരോഗ്യം, ജീവിത സൗഭാഗ്യം ഇവ പ്രദാനം ചെയ്യുന്നു. എല്ലായ്പ്പോഴും രാഹു, കേതു കാന്തിക രശ്മികൾ നമുക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. രാഹു,
കേതു കാന്തിക രേഖകളിൽ മേൽ മനസ്സ് വെച്ച് ധ്യാനം തുടരാം. പ്രാപഞ്ചിക മണ്ഡലം. പ്രാപഞ്ചിക മണ്ഡലത്തിൽ നമ്മുടെ സൂര്യകുടുംബത്തെ പോലെ കോടാനുകോടി സൂര്യകുടുംബങ്ങളെ കാണാം. അവയെല്ലാം നക്ഷത്രങ്ങളെന്ന് പറയപ്പെടുന്നു. ഇങ്ങനെയുള്ള എല്ലാ നക്ഷത്രക്കൂട്ടങ്ങളെയും 12 രാശികളായി തിരിച്ച് 12 മാസങ്ങളായി അറിയപ്പെടുന്നു. എല്ലാ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്നും വരുന്ന കാന്തിക രശ്മികളെ സ്വാംശീകരിച്ച് നമുക്കതിനോട് താതാത്മ്യപ്പെടാം. നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് വരുന്ന കാന്തിക രശ്മികൾ നമുക്ക് എല്ലായ്പ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കട്ടെ. പ്രാപഞ്ചിക മണ്ഡലത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ധ്യാനം തുടരാം. ശുദ്ധശൂന്യം. മനസ്സ് വികാസമടഞ്ഞ് പ്രാപഞ്ചിക മണ്ഡലത്തെയും കടന്ന് ശുദ്ധശൂന്യമെന്ന ദൈവീക ചൈതന്യ നിലയോട് ഒന്നായി ചേർന്ന് നിൽക്കട്ടെ. ഈ ദൈവീക ശക്തി ഓരോ അണുവിലും, അണുക്കൾക്ക് ചുറ്റിലും, അണുക്കൾക്കിടയിലും ശുദ്ധശൂന്യമായി നിറഞ്ഞു നിൽക്കുന്നു. ഇതേ ശുദ്ധശൂന്യം തന്നെയാണ് നമ്മളിൽ ബോധമായി നിലകൊള്ളുന്നത്. ഇവ തന്നെയാണ് ഖരാവസ്ഥയിൽ സ്ഥൂല ശരീരമായും രക്തം, താപം, വായു, ജീവൻ എന്നീ നിലകളിലുമായി നിലകൊള്ളുന്നത്. ഇവയെല്ലാത്തിനെയും അറിവ് അഥവാ ബോധം നിയന്ത്രിക്കുന്നു എന്നതും ഇത് തന്നെയാണ് ഓരോ മനുഷ്യനിലും ജീവജാലങ്ങളിലും ഉള്ളത് എന്നും നാം അറിയുന്നു. ശുദ്ധശൂന്യമെന്ന ബ്രഹ്മനില പരിണാമമടഞ്ഞ് ജീവജാലമായി രൂപമെടുത്തു എന്ന സത്യം ബോധ്യപ്പെടുന്നു. ഏതൊരു ജീവജാലത്തെയും വേദനിപ്പിക്കാതെയും കഷ്ടത അനുഭവിക്കുന്നവരുടെ വേദനകൾ മാറ്റുവാനായി നമ്മളുടെ പ്രവൃത്തികളെ ക്രമീകരിച്ച് സഹജീവികളോട് സ്നേഹത്തോടും കരുണയോടും സഹാനുഭൂതിയോടും സഹവർത്തിത്വം നിലനിർത്തി ജീവിതം നയിക്കാൻ ശീലിക്കാം. ഈ മഹാമനസ്കത കൈവെടിയാതെ, വിസ്മരിക്കാതെ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ മഹത് ചിന്തയോടെ ധ്യാനത്തെ ഉപസംഹരിക്കാം. സങ്കല്പം: ദൈവിക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സൽകീർത്തി, ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ദൈവിക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സൽകീർത്തി, ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ദൈവിക മഹാശക്തിയുടെ കാരുണ്യത്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, സമ്പദ് സമൃദ്ധി, സൽകീർത്തി, ആത്മജ്ഞാനം ഇവയാൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. ബ്ലെസ്സിങ്സ്. ആദ്യം ജീവിത പങ്കാളിയെ ബ്ലെസ് ചെയ്യാം. മക്കളെ ഓരോരുത്തരെയായി ബ്ലെസ് ചെയ്യാം. സഹോദരി സഹോദരന്മാരെ ബ്ലെസ് ചെയ്യാം. ഏറ്റവും അടുത്ത ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ബ്ലെസ് ചെയ്യാം. തൊഴിലിലും ദിനംപ്രതി കടമകളിലും നാമുമായി സഹകരിക്കുന്ന മുഴുവൻ പേരെയും സമഭാവനയോടുകൂടി ബ്ലെസ് ചെയ്യാം. ശല്യക്കാരോ ശത്രുത പുലർത്തുന്നവരോ ഉണ്ടെങ്കിൽ അവരെ കരുണയോടുകൂടി ബ്ലെസ് ചെയ്യാം. വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. ലോക നന്മയ്ക്കായുള്ള വാഴ്ത്ത്. ലോകത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെല്ലാം ജീവന്റെ അവബോധം ഉള്ളുണർവായി ആർജിക്കട്ടെ. അഖില ലോക രാജ്യാതിർത്തി സംരക്ഷിക്കാൻ ഏകലോക കൂട്ടായ്മ ശക്തി പ്രാപിക്കട്ടെ. ലോകത്തിൽ യുദ്ധം,
പക, ഭയം ഇവയില്ലാതെ ജനങ്ങൾ അധ്വാനിച്ചു ഭക്ഷിച്ച് ക്ഷേമത്തോടെ ജീവിക്കട്ടെ. ലോകമെങ്ങും മനുഷ്യകുലം സമാധാനമെന്നൊരു അക്ഷയനിധി പ്രാപിച്ച് ഉയരട്ടെ. വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുകൾ. മഴവാഴ്ത്ത്. അരുവി, കുളം, കിണർ, ആറ് എല്ലാം നിറയാൻ മഴയാവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി ജീവിക്കട്ടെ. അരുവി, കുളം, കിണർ, ആറ് എല്ലാം നിറയാൻ മഴയാവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി ജീവിക്കട്ടെ. അരുവി, കുളം, കിണർ, ആറ് എല്ലാം നിറയാൻ മഴയാവശ്യാനുസരണം പെയ്ത് ജനങ്ങൾ സമൃദ്ധിയായി ജീവിക്കട്ടെ. വാഴ്ക വയ്യകം, വാഴ്ക വയ്യകം, വാഴ്ക വളമുടൻ. നമ്മുടെ മനസ്സിൽ സമാധാനം നിറയട്ടെ. നമുക്ക് ചുറ്റും സമാധാനം നിറയട്ടെ. ലോകം മുഴുവനും സമാധാനം നിറയട്ടെ. ശാന്തി, ശാന്തി. Yogiraj Vethathiri Maharishi, an eminent and incredible Mahan, was born in the 20th century. Siddhartha, born as a prince, did not know about poverty, but he transformed to Buddha in his quest to find the answers of these questions. Similarly, Vethathiri, a young boy intrigued by life and its question, became Maharishi in his quest for answers. Vethathiri Maharishi, through intense research, analysis, and introspection into philosophies and secrets of life, has systemized the practices and dedicated to humanity. These practices provide the righteous way to live life and empowers humanity to learn and live happily. Called Manavala Kalai or Sky Yoga, the practices are vital, valuable, and provide imminent and effective results. It's an art which transforms individuals into complete human beings. Sky Yoga is a practice that enables one to know the significance of mind and attune it in a good, proper, and utilitarian way. Millions of life around the world is lit up with the lamp of happiness due to Sky Yoga. In the foothills of Aliyar, scenic, grand, and carpeted with greenery, is the Temple of Consciousness. Temple of Consciousness is one of its kind in the entire world. It's an enchanting place created by our beloved Guru, Vethathiri Maharishi. Majority of the people around the world are leading a miserable, painful, and sorrowful life because of their destiny. Temple of Consciousness teaches the art of leading successful life through the teachings of Vethathiri Maharishi to all who come in without discrimination. Those who step inside the Temple of Consciousness will definitely handle the problems in their life in a matured and determined way and overcome them, resulting in them leading a satisfied, successful, and a happy life. The simplified physical exercises that are taught in Sky Yoga keeps us brisk, refreshing, robust, and enthusiastic the whole day. They serve as remedies for chronic, long-lasting diseases and also as prevention from various ailments. Sky Yoga is designed and tailor-made for all. From children to elders, all can practice it easily. The powerful secrets of Kayakalpa Yoga, as practiced by ancient Siddhas and Yogis, is taught in Sky. This is the secret to youthfulness, and it helps us improve our immunity and increase the longevity of our life. With regular practice of Kayakalpa Yoga, our life force is converted into healthy and creative energy force. The art of mindfulness. It calms our mind, enabling us to live a peaceful, serene, and happy life. Deep Kundalini meditations are taught in Sky Yoga. Sky is the Akshaya Patram, meaning the inexhaustible vessel. It's a wishing tree that fulfills all our wishes, bestowed upon us gracefully by Guru Vethathiri Maharishi. The teachings enable us to neutralize anger, eradicate our worries, remove our fears, boost our self-confidence, and helps
in economical and social upliftment. Temple of Consciousness provides hygienic rooms with modern facilities for all its visitors who come from across the globe to learn Sky Yoga. The food that is prepared is healthy, nutritional, and hygienically prepared, and very tasty. The practices are taught in air-conditioned auditoriums and an ambience which is peaceful, well-aerated, and nature-blessed. In addition to sky practices, activities like trekking, boating, visiting to waterfalls, going around the campus in battery-operated cars, traditional bullock cart rides are available. All these take us back in time. The atmosphere, activities, and stay allows us to focus on self, breaking the monotony of life. These practices help us in performing our duties, jobs, and professions in an unique, individualized way and paves the way for success in all areas. Guru Vethathiri Maharishi's aim was to elevate consciousness and spread happiness to all. He designed courses on the deep introspection techniques, Brahma Jnanam or divine realization, and also gave teacher training courses. The Temple of Consciousness and the World Community Service Center, which was founded with love and compassion by our revered Guru Vethathiri Maharishi, are instrumental in spreading noble services all over the world. Padma Shri Arulnidhi S.K.M. Mailanandan took the charge of the World Community Service Center after Vethathiri Maharishi's Mahasamadhi. A contemporary leader, he is rendering selfless service and fulfilling the dreams of Vethathiri Maharishi. We invite you all to the Alia Temple of Consciousness online and residential courses, which transforms an individual into a divine and a great human being through Sky Yoga practices. Come and experience love, peace, and bliss from the simple and yet powerful transformative practices of Sky Yoga. Be blessed by the Divine.